ഇന്ത്യയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഗുരുതരവുമായി പി സി ജോർജ്. തലയ്ക്ക് വല്ല ഓളമുണ്ട്. സീറ്റ് തരാമെന്ന് വിളിച്ചു വരുത്തിയ ഒരു നേതാവിനോട് 2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. BJP ചില ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം പ്രഖ്യാപനം വൈകുന്ന തരത്തിലേക്ക് പോവുക സ്വാഭാവികം. അവിടെയെല്ലാം ഈ സീറ്റ് വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്ന ചില ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒളിച്ചു കയറ്റിയ ഞങ്ങൾ കണ്ടുപിടിക്കത്തില്ലെന്നാ വിചാരം. ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, BJP സീറ്റ് കച്ചവടം ചെയ്യുന്നത് പറയരുത്. BJP ഒരിക്കലും വിൽപ്പനയൊന്നും നടന്നില്ല. പക്ഷെ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞ് BJPയിൽ നിന്ന് സീറ്റ് മേടിച്ചിട്ട് അത് കാശിന് വിറ്റ് കച്ചവടം ചെയ്യുന്ന മാന്യന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം എനിക്കൊരു കേസ് അറിയാം. 2 കോടി രൂപ ചോദിച്ചു, സീറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാണ് ഈ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ 2 കോടി രൂപ ആണെന്ന് പറഞ്ഞു. അവൻ ജീവനും കൊണ്ട് കാറൊക്കെ സ്ഥലം വിട്ടു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? കേട്ടോടാ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതായത് ഘടകകക്ഷിയുടെ സീറ്റ് ഘടകകക്ഷി കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ്. എല്ലാ ഘടകകക്ഷിയില്ല, ഒരു ഘടകകക്ഷിയുടെ എനിക്കറിയാം. ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു മാതിരി വേലിയായിരുന്നു, പാമ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ. വെച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.